വെൽക്കം ബാക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ വാർത്താ ദിനം തുടരുകയാണ്. നമ്മുടെ രാവിലെ തുടരുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മലയാളികളുടെ എല്ലാം മനസ്സിലെ ഒന്നാകെ നോവായി മാറുകയാണ് ബിന്ദു. അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള മന്ത്രിമാരുടെ തിടുക്കത്തിൽ ഇന്നലെ നടന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം അല്പസമയത്തിനകം സ്വവസതിയിലേക്ക് തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയിട്ടാണ് ബിന്ദുവിന്റെ സംസ്കാരം നടക്കുക. ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭവും പ്രതിഷേധവും ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലെയും നമ്മളത് കണ്ടു, ഇന്നും അതിന് സാക്ഷ്യം വഹിക്കും സംസ്ഥാനമുടനീളം എന്നതാണ് സാഹചര്യം. നമുക്കെല്ലാം എല്ലാ വാർത്തകളും വിശദമായി പരിശോധിക്കണം. ഇതടക്കം ഒരുപാട് വാർത്തകൾ ഇന്നത്തെ ദിവസം പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് കോൺഗ്രസിന്റെയും BJPയുടെയും മാർച്ച്. മന്ത്രിയുടെ വസതിക്ക് കനത്ത സുരക്ഷ. ആരോഗ്യവകുപ്പിലെ തുടർ വിവാദങ്ങളിൽ CPMനുള്ളിൽ അതൃപ്തി. മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന്. സസ്പെൻഷനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ കോടതിയിലേക്ക്. സസ്പെൻഡ് ചെയ്യാൻ VCക്ക് അധികാരമില്ലെന്ന് അനിൽകുമാർ. ഉടൻ സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന ഇടതംഗങ്ങൾ VCയോട് ആവശ്യപ്പെടും. നിരസിച്ചാൽ കോടതിയെ സമീപിക്കാനും നീക്കം. ഡാർക്ക് നെറ്റ് കേസിന്റെ ആഴങ്ങൾ തേടി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. പ്രതി കൊച്ചി കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടത്തിയെന്ന് സംശയം. എഡിസൺ ബാബുവിനായി കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകും. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ആശങ്ക. പാലക്കാട് സ്വദേശിയായ യുവതി പെരിന്തൽമണ്ണയിൽ ചികിത്സയിൽ. പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വൃക്കകളുടെ പ്രവർത്തനം നേരെയാക്കാൻ ശ്രമം. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ. മെഡിക്കൽ ബോർഡ് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് ജനപ്രതിനിധി സഭയുടെ അംഗീകാരം. ട്രംപ് ഒപ്പുവെക്കുന്നതോടെ ബില്ല് പ്രാബല്യത്തിൽ. ബില്ലിനെ അനുകൂലിച്ചത് 218 പേർ. ബർമിംഗ്ഹാം ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. 77 റൺസ് എടുക്കുന്നതിനിടെ ഇംഗ്ലണ്ടിന് 3 വിക്കറ്റ് നഷ്ടം. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയത് 587 റൺസ്. നമ്മൾ വിശദമായി കടക്കുകയാണ് ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേക്ഷകരോട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വാർത്താ ദിനത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടം. അതിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കുന്നുണ്ട്. അതിനപ്പുറം വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഇന്നത്തെ ദിവസം സാക്ഷ്യം വഹിക്കുമെന്നുള്ളതാണ്. നമുക്ക് വിശദമായി പരിശോധിക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസും BJPയും മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. അപകടത്തെക്കുറിച്ച് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും. മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ 11 മണിയോടെ നടക്കും. അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ മെഡിക്കൽ കോളേജിൽ പുതിയ വാർഡ് പ്രവർത്തനം തുടങ്ങി. G ശ്രീജിത്തും ഡാനി പോളും VV അരുണുമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം G ശ്രീജിത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ശ്രീജിത്ത്, അതീവ ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നതേ ഉള്ളൂ. അതിൽ അധികൃതരുടെ കെടുകാര്യസ്ഥതയും മന്ത്രിമാർ വളരെ നിരുത്തരവാദപരമായി നടത്തിയ പ്രസ്താവനയും ഒരു ജീവൻ എങ്ങനെ കവർന്നെടുത്തു എന്നതിന് നമ്മൾ ഇന്നലെ സാക്ഷ്യം വഹിച്ച ദിവസമാണ്. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് രാഷ്ട്രീയപരമായി. അതിനപ്പുറം ആ കുടുംബത്തിന് നഷ്ടമായത് അവരുടെ അത്താണിയാണ്. അതിന് സർക്കാർ മറുപടി പറഞ്ഞേ മതിയാവൂ എന്നതാണ് സാഹചര്യം. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് നേതൃത്വം നൽകുന്നത്. അതിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ ഏറ്റവും ഒടുവിൽ വന്ന മന്ത്രിയുടെ പ്രതികരണം, അതൊക്കെ നമ്മൾ പരിശോധിച്ച് ഈ വിഷയത്തെ അത് സർക്കാർ എങ്ങനെ പ്രതിരോധിക്കുന്നു, മന്ത്രിതലത്തിൽ എങ്ങനെ പ്രതിരോധിക്കുന്നു, അതോടൊപ്പം പ്രതിപക്ഷം ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഒരു സമഗ്രമായ ചിത്രം ശ്രീജിത്ത്.
ആര്യ, ഇന്നത്തെ ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കളക്ടറുടെ അന്വേഷണം അടക്കം ആരംഭിക്കുന്നത് ഇന്നാണ്. ഇന്ന് നേരിട്ട് അവിടെ എത്തി പരിശോധന നടത്തും. അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. ഒരു കാര്യമുള്ളത്, സമാനമായ രീതിയിൽ ഇന്നലെയൊക്കെ കേരളത്തിലാകെ പലയിടത്തും കണ്ട വലിയ പ്രതിഷേധമുണ്ട്. ഒരുപക്ഷെ ജനങ്ങളുടെ രോഷപ്രകടനം എന്ന് തന്നെ കാണേണ്ടി വരും അതിനെ. കാരണം അത്രയധികം വലിയ അനാസ്ഥകളുടെ ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇന്നലത്തെ സംഭവം ആകെ വിലയിരുത്തപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനടിയിൽ ആരുമില്ല എന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മന്ത്രിമാർ പ്രഖ്യാപിച്ചതാണ് വിവാദമായത്. അതിനുശേഷം പിന്നീടും ഏതാണ്ട് 1 മണിയോടുകൂടി ഈ മൃതദേഹം കിട്ടുന്നതിന് മുൻപും അവർ സർജിക്കൽ ബ്ലോക്കിൽ വെച്ച് സംസാരിച്ചപ്പോഴും ഇതിനുള്ളിൽ ആരുമില്ല എന്ന നിലയിലേക്ക് എത്തുന്നു. ഏതാണ്ട് 2 മണിക്കൂർ വൈകി തുടങ്ങുന്ന രക്ഷാപ്രവർത്തനം ഏതാണ്ട് എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും നോക്കി നിൽക്കെയാണ് ബിന്ദു എന്ന 55-കാരി അതിനുള്ളിൽ കിടന്നത് എന്നുള്ളതാണ് ദാരുണമായ സംഭവം. ഒരാൾക്കും ഒരു അടിയന്തര ചികിത്സ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദുരന്തത്തിൽ പോലും നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരുപക്ഷെ മലയാളികളെ ആകെ രോഷം കൊള്ളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായി ഉയർന്നു വരികയും ചെയ്തത് അതുതന്നെയാണ്. എന്തായാലും ഇന്നും അതിശക്തമായ പ്രതിഷേധമുണ്ടാകും. DCCയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ചുണ്ട്. ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ട്. അതിനുമപ്പുറത്തേക്ക് BJP മാർച്ച് നടത്തുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. വലിയ ജനരോഷം തന്നെ നിൽക്കുകയാണ്. ഈ ജനരോഷം സർക്കാരിനെതിരായ വലിയ ആയുധമാക്കി ഇന്നലെ തന്നെ പാർട്ടികൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതായത് മന്ത്രി രാജിവെക്കണം, ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഉയർന്നു വരുന്നത്. ഇന്നലെ രാത്രി വൈകി തന്നെ ഈ ഒരു പുതിയ തിയേറ്റർ കോംപ്ലക്സിൽ പുതിയ സർജിക്കൽ ബ്ലോക്കിൽ ഈ ഒരു കെട്ടിടം പ്രവർത്തനം തുടങ്ങുന്ന കാഴ്ചയും കണ്ടു. അതായത് വേണമെങ്കിൽ ഇവിടെ അതിവേഗത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പ്രവർത്തിക്കാവുന്നതായിരുന്നു എന്ന് സർക്കാർ ഒറ്റ രാത്രി കൊണ്ട് ഫലത്തിൽ തെളിയിക്കുന്നു. ഒരു പരിധിവരെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത് എന്നുകൂടി കരുതേണ്ടി വരും. എന്തായാലും ഇന്നലെ ഇതൊക്കെ ഉണ്ടായ ശേഷം ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്ന നിലയിൽ സംസാരിക്കുന്നു. അതായത് മന്ത്രി പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളുടെ അടക്കം ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുകയാണ്. ഫലത്തിൽ ഒരുപക്ഷെ ഇനി നടപടി ഏതൊക്കെ തരത്തിലായിരിക്കും ഉണ്ടാകുക, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നടപടിയിലേക്കായിരിക്കുമോ കടക്കുക, അതിനൊക്കെ അപ്പുറത്തേക്ക് അതിൽ തൃപ്തി വരാൻ ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകില്ല. അവർ ആരോഗ്യമന്ത്രിയുടെ രാജി തന്നെയാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. സ്ഥലം MLA കൂടിയായ മന്ത്രി VN വാസവനെതിരെയും അതിരൂക്ഷമായ വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകിയും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ചാണ്ടിയുമ്മൻ ഈ ആംബുലൻസ് മൃതദേഹവുമായി പോയ ആംബുലൻസിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയും ഈ പ്രവർത്തകരെയൊക്കെ മാറ്റുകയും പിടിച്ചുകൊണ്ടു പോവുകയൊക്കെ ചെയ്തു. അവർക്കെതിരെ ചാണ്ടിയുമ്മനെതിരെ 1-ാം പ്രതിയാക്കി കേസെടുക്കുന്ന സാഹചര്യം ഒക്കെയും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു പ്രതിഷേധങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആര്യ, ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ നമുക്ക് ഇതിലെ ഒരു രാഷ്ട്രീയ വിജയം നേടാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു നേട്ടം കൊയ്യാനുള്ള ഒരു തിടുക്കം അത് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നത് ഒക്കെയാണ് ഈ വലിയ ദുരിതത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ പുതിയൊരു കെട്ടിടം അവിടെ മെഡിക്കൽ കോളേജിൻ്റെതായി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ നിന്ന് അവിടേക്ക് അവരെ മാറ്റേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ ഉദ്ഘാടനം നീട്ടി വെക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അപകടം നടന്നതിന് തൊട്ട് പിന്നാലെയാണ് അവിടെ ആ വാർഡുകൾ തുറന്ന് രോഗികളെല്ലാം എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയത്. അതിന് ഒരു ജീവൻ കൊടുക്കേണ്ടി വന്നു എന്നതാണ് സാഹചര്യം. അവിടെ ഈ ഉദ്ഘാടനം മാറ്റിവെച്ചു. അത് ഏത് രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതിനപ്പുറം അവിടെ എത്തിയിട്ടുള്ള മന്ത്രിമാരുടെ വാക്കുകൾ അത് അവരെത്ര മായ്ച്ചു കളയാൻ അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിച്ചാലും അങ്ങനെയല്ല പറഞ്ഞത്, അതല്ല ഉദ്ദേശിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചാലും മന്ത്രിമാർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്മാർ എന്നുള്ള നിലയിൽ പോലും നടത്തേണ്ട തരത്തിലുള്ള ഒരു പ്രതികരണമല്ല ആ ഘട്ടത്തിൽ നടത്തിയത് എന്നുള്ളത് വാസ്തവമാണ്. അവിടെ പഴകിയ കെട്ടിടമായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഒരു അപകടം നടക്കുമ്പോൾ അവിടെ അതിനടിയിൽ അല്ലെങ്കിൽ അവിടെ ഒരു മനുഷ്യൻ കുടുങ്ങിയിട്ടുണ്ടോ, ഒരു മനുഷ്യൻ ജീവനെങ്കിലും
ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പ്രാഥമികമായ ഒരു കാര്യമാണ്. അതവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം, ഈ കെട്ടിട നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. 200 കോടിയോളം മുടക്കി നിർമ്മിച്ച പുതിയ ബ്ലോക്ക് മന്ദിരം അവിടെ ഉണ്ടായിട്ടും ഈ പഴയ കെട്ടിടത്തിൽ വളരെ സജീവമായി തന്നെ രോഗികളെ കിടത്തിയിരുന്നു, ആ പ്രവർത്തനം നടന്നിരുന്നു എന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രതിഷേധമായിരിക്കില്ലേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അത് ഇന്നലെ തന്നെ അവർ ഉയർത്തിയതുമാണ്. അതായത് പലതരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു പുതിയ കെട്ടിടം അവിടെ പ്രവർത്തനം സജ്ജമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ പഴയ ഈ ദുരന്ത സാധ്യതയുണ്ട് എന്ന് 2013 തന്നെ കണ്ടെത്തിയ ഒരു കെട്ടിടത്തിൽ എങ്ങനെയാണ് ഇവരെ വീണ്ടും വീണ്ടും പാർപ്പിച്ചത് എന്ന ഗൌരവമേറിയ ചോദ്യമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിന് അവരുടേതായ ന്യായീകരണങ്ങൾ നിരത്തുന്നത് ഇതാണ്. അതായത് അവിടേക്ക് ഈ സർജിക്കൽ പല ഐസിയുകളും മാറേണ്ടതുണ്ട്. അത് മാറ്റിയ ശേഷം മാത്രമേ ഈ വാർഡ് മാറ്റാൻ കഴിയൂ എന്നുള്ളതായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉണ്ടായിരുന്നത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഈ ഒരു വാദങ്ങളെല്ലാം തള്ളുന്നതാണ്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു മാറ്റം, അതായത് ഇതൊക്കെ മാറ്റാൻ കഴിയും. ഐസിയു ഉൾപ്പെടെയുള്ള തിയേറ്റർ സൗകര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. പക്ഷേ ഈ വാർഡ് എന്നുള്ളത് അവിടേക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇന്നലെ രാത്രി കൊണ്ട് തന്നെ അവർ തെളിയിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഇന്നലെ ഈ സമരമുഖത്ത് ഏറ്റവും ശക്തമായി നിന്നൊരു നേതാവ് കൂടിയാണ്. വലിയ പ്രതിഷേധം ഇന്നും ഉയരുകയാണ്. നിശ്ചയമായിട്ട് ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് പോകാതിരിക്കും? കാരണം ഒരു ഗവൺമെന്റാണ് ഇതിന്റെ ഉത്തരവാദികൾ. അവിടെ വീണിരുന്ന ആ സാധനങ്ങളെല്ലാം മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, തെരച്ചിൽ കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ആര് പറഞ്ഞാൽ തെരച്ചിൽ നിർത്തിയത്? തെരച്ചിലിന് വേണ്ടി അവരെല്ലാം ഹിറ്റാച്ചി ബാക്കി കാര്യങ്ങളുമായിട്ട് കൊണ്ടിറങ്ങിയതല്ലേ, എന്നിട്ടത് പിൻവലിച്ചതല്ലേ? ആ തെരച്ചിൽ കഴിഞ്ഞ് ഒരാളും അടിയിലില്ല എന്നവർ ഉറക്കെ പറഞ്ഞതല്ലേ? അതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമല്ലേ? ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ മരണത്തിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നത് എന്ത് ശരിയാണ്? പച്ചക്കള്ളം ആളുകളോട് പറയാൻ പറ്റുമോ? ഇതെല്ലാം ബഹുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലല്ലേ? എത്ര പ്രാവശ്യമാണ് മാധ്യമങ്ങളോട് അവർ സംസാരിച്ചത്? ആ സംസാരിച്ചതെല്ലാം അവിടെ ഒന്നുമില്ലായിരുന്നു. എനിക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അവസാനം കൊണ്ടുവന്ന് സൂപ്രണ്ടിനെ അതിനകത്ത് ഏതാണ്ട് ബലിയാടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുക. സൂപ്രണ്ട് പറഞ്ഞു ഞാൻ ഏറ്റെന്ന്. അപ്പൊ സൂപ്രണ്ട് ഏറ്റവും, മന്ത്രി രക്ഷപ്പെട്ടു. അപ്പൊ ഈ രൂപത്തിലുള്ള യാത്ര സാധ്യമല്ല. അതിന് അനുവദിക്കില്ലല്ലേ? സൂപ്രണ്ടിൽ ചുമത്തി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. സൂപ്രണ്ട് ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കൊണ്ട് ഈ പ്രശ്നത്തിന് അവസാനം ഉണ്ടാവുമോ? അത് സൂപ്രണ്ടിന്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലയിൽ മാത്രമേ കാണാൻ പറ്റൂ. മന്ത്രിയെ പേടിച്ചിട്ട് ചെയ്തതാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. രണ്ടാമത്തെ പ്രശ്നം, ഇത്രയും ഗുരുതരമായ ഒരു സംഭവം ആളുകളുടെ കൺമുമ്പിൽ വെച്ച് നടന്നിട്ട് ആ കുടുംബത്തിന് ഒരു നയാ പൈസ കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലല്ലോ. ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി വന്ന് കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കയ്യിൽ CMDRFന്റെ ഫണ്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് ഓൺ ദ സ്പോട്ടിൽ അനൗൺസ് ചെയ്യാൻ കഴിയുന്നതല്ലേ? എന്തുകൊണ്ട് അവിടെ കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനം പറയാതിരുന്നത്? അപ്പൊ ഇത് ബോധപൂർവം അലസതയോടുകൂടി പോവുകയാണ്. എന്ത് ചെയ്യാം, ആരോടും എന്ന് ഒരു കാര്യവുമില്ല. ആ എന്ത് ചെയ്യുന്നതിനൊരു മടിയുമില്ല എന്നുള്ള നിലയിലേക്ക് വരുന്നു എന്നുള്ളത് കയറൂരി വിടുന്നതിന് തുല്യമാണ്. ഒരു ഗവൺമെന്റിനെ അങ്ങനെ കയറൂരി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ആരോഗ്യമന്ത്രിയുടെ രാജി എന്നുള്ളതാണോ? എങ്ങനെയാണ് അതിന്റെ നമ്മുടെ ഡിമാൻഡ്? ആരോഗ്യമന്ത്രി സത്യം പറഞ്ഞ ആരും പറയാതെ രാജിവെക്കണ്ടേ? ഒരു ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി അല്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി നിർവഹിച്ചത്? അവരൊരു ഡ്യൂട്ടി നിർവഹിക്കണമായിരുന്നു മന്ത്രി എന്നുള്ള നിലയിൽ. ആ ഡ്യൂട്ടി അവർ നിർവഹിച്ചില്ല. നിർവഹിക്കാതിരിക്കുന്നതിന് വേണ്ടി മറ്റു പല ആളുകളെ കൂടി അതിന് മുമ്പിൽ കൊണ്ട് നിർത്തി അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. ആ പരിശ്രമത്തോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അത് അവർ സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടി നടത്തുകയാണ്. മന്ത്രിസ്ഥാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് അത്. ഇവിടെ കണ്ടുനിന്ന ജനങ്ങൾക്ക് പോലും ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല. ഇവരൊരു നേട്ടമായി പലപ്പോഴും ഇന്നലെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, പുതിയ 2013 ബലക്ഷയം വന്ന കെട്ടിടം, ഞങ്ങളിതാ പുതിയ കെട്ടിടം ഉണ്ടാക്കി, നിങ്ങൾ കാണൂ എന്നൊക്കെ. ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. യഥാർത്ഥത്തിൽ നേരത്തെ തുടങ്ങാവുന്നതായിരുന്നു എന്നുകൂടി ഫലത്തിൽ തെളിയിക്കുന്നതല്ലേ ഇത്? പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങാൻ കാരണം ഈ കെട്ടിടത്തിൽ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞ ആളുകളെല്ലാം ഇറക്കി വിട്ടു. ഒരു അനസ്തേഷ്യ കൊടുത്തിട്ടൊരു രോഗിയെ ടേബിൾ കടത്തിയതിനു ശേഷം ആ രോഗികൾ പകുതി
മുറിച്ചിട്ട ആ രോഗിയോട് തിരുവനന്തപുരത്തേക്ക് വയ്ക്കോ, എല്ലാം ഞങ്ങൾ കെട്ടിവെച്ച് തരാം, തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞു. അലമുറയിട്ടുകൊണ്ട് ആ പാവപ്പെട്ട വീട്ടമ്മ ഞങ്ങളുടെ മുമ്പിൽ വന്ന് കേണ് അപേക്ഷിച്ചു. ഒരു കാരണവശാലും സർ ഇത് സമ്മതിക്കരുത്. ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നു. ഞാൻ തന്നെ സൂപ്രണ്ടിനോട് സംസാരിച്ചു. ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് വന്നു കഴിഞ്ഞപ്പോ പുറത്തോട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, അപ്പുറത്തെ പുതുതായി പണി തീർത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഇവർക്കിത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. ഇവർ ആ കെട്ടിടത്തിന് ബലക്ഷയമില്ല എന്ന് കണ്ടെത്തിയിട്ട് എത്ര കാലമായി? 2013 എന്ന് പറയുന്നത് അന്നത്തെ സർക്കാർ വേറെ ആയതുകൊണ്ട് തടിതപ്പാൻ വേണ്ടി പറയുന്നതാണ്. 2013 ശേഷം 2025 എത്തുമ്പോൾ 12 കൊല്ലമായില്ലേ? 12 കൊല്ലമായിട്ടുള്ള ഒരു കേടില്ലാതെ നിന്ന ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൽ എന്തിന് അതിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഇവർ ആലോചിക്കാതിരുന്നു? ഇപ്പൊ സുരക്ഷിതമല്ല എന്ന് പറയുന്ന എഞ്ചിനീയർമാരെ വിളിച്ചു വരട്ടെ, അവരോട് പറയട്ടെ, കെട്ടിടം പണി പൂർത്തിയാക്കി. ഈ കെട്ടിടം പണി തുടങ്ങിയിട്ട് എത്രയോ നാളായി. അവിടെ പൊളിക്കുക, പൊളിക്കുക. അതുതന്നെയാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ സമൂഹത്തെ വിഡ്ഢി കളിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഞങ്ങൾ അതിനോട് യോജിക്കുന്ന പ്രശ്നമേയില്ല. ഈ മന്ത്രിമാർ നേരിട്ട് നിന്ന് സ്ഥലത്ത് നിന്ന് നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് കാണുമ്പോൾ പറയാം. പക്ഷെ അവിടെയാണ് ഇത്തരം വീഴ്ചയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടി കൊണ്ട് കോൺഗ്രസ് ഒരിക്കലും തൃപ്തിപ്പെടില്ല എന്നുള്ളതാണ് അല്ലെ? അവിടെ ഉണ്ടായിരുന്ന ടോപ്പ് ഓഫീസർ ഉദ്യോഗസ്ഥൻ തന്നെ. അവിടെയുള്ള ടോപ്പ് ഓഫീസർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായ മന്ത്രി തന്നെയാണ്. ആ മന്ത്രി ഇരിക്കുമ്പോൾ കീഴിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ത് പറയാനാ? ആ മന്ത്രിയുടെ അഭിപ്രായം മാത്രമല്ല പുറത്ത് പറയാൻ പറ്റൂ. ആ മന്ത്രി തന്നെ നിർബന്ധിച്ചത് കൊണ്ടല്ലേ സൂപ്രണ്ട് തന്നെ പറയുന്നത് ഞാനാ ഉത്തരവാദിയെന്ന്. പണ്ട് നാട്ടിൻപുറത്തൊരു പഴഞ്ചൊല്ലുണ്ട്, ഞാനത് പഴഞ്ചൊല്ലൊന്നും പറയുന്നില്ല. അങ്ങനെ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് ആ സൂപ്രണ്ടിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കുകയാണ്. എന്തിനാ? മന്ത്രിയെ രക്ഷിക്കാൻ. ആ വർത്തമാനത്തിന്റെ ഏക കാരണം മന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ നാടകമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവിടെ യാഥാർത്ഥ്യം ജനങ്ങൾ കണ്ടറിഞ്ഞിരിക്കുകയാണ്. മന്ത്രി രാജിവെക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. രാജിവെച്ചാൽ മാത്രം പോരാ, ഇതുപോലുള്ള നടപടികൾ തുടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് ഫർദർ സ്റ്റെപ്സ് ഇവരെടുക്കുന്നു എന്ന് ബഹുജന സമൂഹത്തെ അറിയിക്കേണ്ടി വരും. മൂന്നാമത്തതും ആദ്യത്തതുമായ ഒരു കാര്യം ഞാൻ പറയാം. ആ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം. ഇന്നലെ ഒരു വൈകുന്നേരം ആ കുടുംബത്തിൽ നിന്ന് അവരെന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് കോമ്പൻസേഷൻ ശവകടക്ക് നടത്താൻ പോലും നിവൃത്തിയില്ല, ഞങ്ങൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറയേണ്ടവരോട് പറയാം, പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് നിങ്ങളുടെ വിഷമം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഒരു സർക്കാർ ചെയ്യേണ്ടത് അതാണോ? യഥാർത്ഥത്തിൽ ഈ കേസിനകത്തെ പ്രതിയാരാ? ഗവൺമെന്റ് തന്നെയാണ്. പ്രതിഭാഗത്ത് നിൽക്കുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുവരികിൽ പോലും പ്രതിയായി നിൽക്കുന്നത് ഗവൺമെന്റ് തന്നെയല്ലേ? ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റിയേ മതിയാകും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് കോമ്പൻസേഷനെ കുറിച്ചുള്ള കാര്യം ഇന്ന് 11 മണിക്ക് അടക്കം നടക്കുകയാണ്. അതിനു മുമ്പ് അനൗൺസ് ചെയ്യണമെന്നുള്ളതാണ് എന്റെ ആവശ്യം. രണ്ടാമത്തത്, ഈ സമഗ്രമായ രൂപത്തിലേക്ക് ഇതിന്റെ അന്വേഷണം നടക്കണം. 3, മന്ത്രി ഇനി ഈ സ്ഥാനത്ത് ഈ വകുപ്പിൽ തുടരുന്ന ഒട്ടും ശരിയേയല്ല. ഈ ജുഡീഷ്യൽ അന്വേഷണമൊന്നും ആവശ്യമല്ല. ഇപ്പോൾ വെറും കളക്ടറുടെ അന്വേഷണമേ ഉള്ളൂ, അത് മതിയോ? കളക്ടറുടെ അന്വേഷണവും മന്ത്രി അന്വേഷിക്കുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? എന്നാൽ പിന്നെ മന്ത്രി തന്നെ ചെയ്യുന്നു, മന്ത്രി തന്നെ ഉത്തരവിടുന്നു, മന്ത്രി തന്നെ അന്വേഷണം നടത്തുന്നു, കളക്ടറെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നു. അത് നാടകം കളിക്കുകയല്ലേ? ഈ നാടകത്തിനൊന്നും ഞങ്ങളില്ല. എന്തായാലും ശക്തമായ പ്രതിഷേധം ഉണ്ടാവില്ല. മാത്രമല്ല, ഈ സംഭവത്തിനകത്ത് അവിടുത്തെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? ഈ മെഡിക്കൽ കോളേജിലെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ കളക്ടറല്ലേ? ആ കളക്ടറെ കൊണ്ട് തന്നെയാണ് ഇതിലെ അപാകതയെക്കുറിച്ച് അന്വേഷിപ്പിക്കുന്നത്. അവിടുത്തെ HMC ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്വൈസറി കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ കളക്ടറാണ്. ഞങ്ങൾക്ക് കളക്ടറോട് വ്യക്തിപരമായി വിരോധമൊന്നുമില്ല. പക്ഷേ ആ സ്ഥാനത്തിരിക്കുന്ന കളക്ടറെ കൊണ്ട് തന്നെ ഇത് അന്വേഷിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ അതെന്ത് സുതാര്യതയാവുള്ളത്? സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയല്ലല്ലോ, കള്ളം മൂടി വെക്കുന്നതിന് വേണ്ടിയല്ലേ? ഒരു കാര്യം കൂടി, ഇത്തരം സ്ഥലങ്ങളിൽ ഒരു സുരക്ഷ, അതായത് ഒരു പെട്ടെന്നൊരു ഹിറ്റാച്ചി എത്താൻ പോലും കഴിയാത്ത സൗകര്യങ്ങൾ പഴയ പല കെട്ടിടങ്ങളിലും അങ്ങനെയുണ്ട്. ഇതൊക്കെ സർക്കാർ പരിശോധിക്കേണ്ടതല്ലേ? സത്യം പറഞ്ഞാൽ അതിനു ചുറ്റും 7 മീറ്റർ വീതിയിലുള്ള റോഡ് ഉണ്ടാകേണ്ടതല്ലേ? ഏത് അത്യാഹിത സന്ദർഭം വന്നാലും ഒരു ആംബുലൻസിന് ഓടിക്കയറാൻ കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ പുറത്തോട്ട് ഒരു ഇവാക്വേഷൻ നടത്തേണ്ട സമയത്ത് വന്നാൽ അപ്പോൾ യാത്ര ചെയ്യത്തക്ക വിധത്തിൽ 7 മീറ്റർ വീതിയിലുള്ള
ഒരു ബിൽഡിംഗ് വേണം, ഒരു റോഡ് വേണം എന്നുള്ളത് ഇതിന്റെ നിബന്ധനയ്ക്കകത്തുള്ളതല്ലേ? ഇവർ ബിൽഡിംഗ് റൂൾസ് എടുത്ത് വായിച്ചു നോക്കട്ടെ. അതിനകത്ത് ഹോസ്പിറ്റലിന് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ആ പെർമിഷനകത്തെ നിബന്ധനകൾ അവർ നോക്കട്ടെ. ആ നിബന്ധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 7 മീറ്ററുള്ള റോഡ്, റിംഗ് റോഡ് ഇതിന്റെ ചുറ്റും ഉണ്ടാകണം എന്നുള്ളതാണ്. എവിടെ റോഡ്? ഒന്നുമില്ല. അപ്പോഴും കെട്ടിടം കെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതും ഈ പറയുന്ന 7 മീറ്ററിനുള്ളിൽ ഇനി ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ അടഞ്ഞ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ്. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക. എന്തായാലും വലിയ പ്രതിഷേധമുണ്ടാക്കാതെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തന്നെ ഉണ്ടാകും. അതല്ലാതെ ഒരു തരത്തിലും ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നുമാണ് തിരുവഞ്ചൂർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും. ജി ശ്രീജിത്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന നയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രിയുടെ രാജി എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഒരു തെല്ലുപോലും പിറകോട്ടു പോകാൻ പ്രതിപക്ഷം ഇനി തയ്യാറാകില്ല. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ആ കുടുംബത്തിന്, ബിന്ദുവിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം എത്രയും വേഗം പ്രഖ്യാപിക്കണം, ലഭ്യമാക്കണം എന്നുള്ളതാണ്. 25 ലക്ഷം രൂപയും ബിന്ദുവിന്റെ മകൾക്കൊരു സർക്കാർ ജോലിയും എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യമെന്ന് പറയുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭം വളരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നതാണ്. ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ഇപ്പോൾ ഡാനി പോൾ കൂടി ചേരുകയാണ്. ഡാനി, ഒരു നാടിന്റെ ഒന്നാകെ എന്ന് പറയുന്നതിനപ്പുറം കേരളത്തിലെ ഒന്നാകെ നോവായി മാറുകയാണ് ഇപ്പോൾ ബിന്ദു. ആ വീടിന്റെ അത്താണിയാണ് പെട്ടെന്നൊരു നിമിഷം പൊടുന്നനെ ഇല്ലാതായത്. ആ കുടുംബത്തിനോ നാട്ടുകാർക്കോ ബിന്ദുവിനെ അറിയാവുന്ന ആർക്കോ താങ്ങാൻ കഴിയുന്നതല്ല ആ വേദന, വേർപാട്. അല്പസമയത്തിനകം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. തലയോലപ്പറമ്പിൽ ബിന്ദുവിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അതിപ്പോൾ ബിന്ദുവിൻ്റെ ബന്ധുക്കൾ, ഭർത്താവ് എന്നിവരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് ഇത് ബിന്ദുവിൻ്റെ ഭർത്താവാണ് വിളിച്ച കെട്ടിടം ഇടിഞ്ഞു വീണു. അവൻ ഓടി വരണമെന്ന് പറഞ്ഞു. ഞാൻ ഓടി ചെന്നപ്പോൾ എൻ്റെ ഭാര്യയും കാണാനില്ല, മകളെയും കാണാനില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എന്നാ ചെയ്യും? ഞാൻ എല്ലായിടത്തും തിരക്കിയപ്പോൾ ഈ വിവരം വേറെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ അവിടെ കാണാനില്ലപ്പോൾ അവിടെ ബഹളമായല്ലോ. അവിടെ ബഹളമായപ്പോൾ പാർട്ടി കിടന്ന നമ്മുടെ ഇപ്പം ഈ ബിന്ദു ഇരുന്ന പാർട്ടി, എൻ്റെ കൊച്ചിരുന്ന പാർട്ടിയിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയല്ലോ. അവിടെ ഓപ്പറേഷൻ ചെയ്തവർ കിടക്കുന്നവരുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ കിടക്കുന്നവർ എല്ലാവരെയും അവർ മാറ്റി. കെട്ടിടം ഇടിഞ്ഞു വരിക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഉള്ള എല്ലാം ഷിഫ്റ്റ് ചെയ്ത് അവിടുന്ന്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഭാര്യയെ കാണാനില്ല. ഞാൻ തിരക്കി പിടിച്ച് തന്നപ്പം ഈ കുഞ്ഞു പറയുന്നത് അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. ഏതാ കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് എനിക്കറിയാം. ഞാൻ ആരുടെ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ലല്ലോ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഇവള് മിസ്സായെന്നാണ് ഞാൻ അപ്പോഴും അറിയുന്നത്. ഈ ബഹളം കേട്ടപ്പോൾ ഇറങ്ങി ഓടി മറ്റുള്ള ആൾക്കാരോട് പുറത്തു പോയെന്നാണ് എനിക്ക് തന്നെ തോന്നിയത്. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ അടിക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കാഷ്വാലിറ്റി പോയി നോക്ക്, അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇവിടുന്ന് പോയ കുറേ ആൾക്കാരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഓടി നോക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ചെന്നിട്ടില്ല. പിന്നെ പോലീസുകാരെല്ലാം അവിടെ പിടിച്ചിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് പിന്നുള്ള കാര്യങ്ങൾ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ എന്നെ മറച്ചു വയ്ക്കുകയായിരുന്നു. അതാ ബോഡി കിട്ടി, JCB വന്ന് കുത്തി എടുക്കുവാനും. JCB റാമ്പിൽ കൂടെ വരാനൊക്കെ പാടാത്. മെഡിക്കൽ കോളേജിൻ്റെ റാമ്പിൽ കൂടെ വരണ്ടായത്. വന്നിട്ട് ഒരു സൈഡിലാണ് ഈ ബാത്റൂം ഇരിക്കുന്നത്. അവിടെ നിന്നെല്ലാം പിന്നെ JCBയുടെ കൈ വെച്ച് കുത്തി ഇളക്കി സ്ലാബിൽ നിന്ന് അടിയിൽ നിന്ന് എടുക്കുമായിരുന്നു. ഞാൻ കണ്ടില്ല. അവിടെ നിന്ന് കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ആ ഭാര്യയുടെ കാര്യം ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞ്, ഇത് നിങ്ങളുടെ ആണെന്ന് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ കാണാം മുഖമൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ അല്ലെന്ന് പറഞ്ഞു. ഒരു 80 വയസ്സ് പ്രായമുള്ളൊരു തള്ളയുടെ മാതിരി രൂപം. പക്ഷേ കൈകാല് കണ്ടപ്പം അടയാളമൊക്കെ വെച്ചപ്പോൾ നമ്മുടെ ആളാണ്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് സ്ഥിരീകരിച്ച് അവനുള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ രാവിലെ അവിടെ കുളിക്കുകയല്ലായിരുന്നു? അതെങ്ങനെ അത് ശരിയാവുന്നത്? അവിടെ വന്ന ആൾക്കാരുടെ മൊഴികളുണ്ടല്ലോ, അവിടെ കിടന്ന ആൾക്കാരുടെ. അവർ പറഞ്ഞത് നിങ്ങളൊക്കെ ചാനലുകാരൊക്കെ കണ്ടില്ലേ? എന്നാ പറഞ്ഞത്? അവിടെ അന്നും കുളിച്ചതാ, അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിയതാ, ആ വാർഡ് ഉപയോഗിച്ചതുവാ. അപ്പോൾ പിന്നെ അവർ പറയുന്നതിനകത്ത് എന്നാ കാര്യമുണ്ട്? ഉപയോഗിക്കുന്ന കെട്ടിടം ഒരു 10-15 ബെഡും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉപയോഗിക്കുന്ന കെട്ടിടം തന്നെ ആയിരുന്നു അത്. ഞങ്ങൾ 1-ാം തീയതി ചെല്ലുമ്പോൾ അവിടെ ആളുണ്ടായിരുന്നു. ഞങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കില്ലേ? രാവിലെ കുളിയൊക്കെ അവിടെ ചെയ്യും. എനിക്ക് പറ്റത്തില്ല, ലേഡീസാ. അപ്പോൾ വാർഡ് വനിതാ വാർഡായതുകൊണ്ട്
നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ പുറത്താണ് ഇതെല്ലാം കഴിയുന്നത്. ഭാര്യയും മക്കളും ഒക്കെ അതിനകത്ത് അവിടെ ഉണ്ടായിരുന്നു. ഒന്നും പറഞ്ഞില്ല. അവിടെ നിരന്തരം അവിടെ വന്ന് ഡോക്ടർ റൗണ്ടിന് വരികയൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് അത്. ആ ഭാഗം, ആ വാർഡ് അവിടെ ഏത് സമയത്തും ആളുണ്ട്. ചെരുപ്പിട്ട് കയറത്തിൽ ICU മാതിരി അങ്ങനെയുള്ള ഒരു വാർഡാണ് അത്. അവിടെ രാവിലെ ഈ പറയുന്ന രീതിയിൽ ബാത്റൂമിലൊക്കെ പോയി ആൾക്കാർ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു. സാധാരണക്കാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ് പോലുള്ള സംവിധാനം. ഈ സംവിധാനത്തിലുണ്ടായ ഒരു പാകപ്പിഴ അത് മൊത്തത്തിൽ അല്ല, ഇവരിത് പറഞ്ഞത് അവിടെ അങ്ങനെ ഉപയോഗിച്ചില്ല, വേസ്റ്റ് ഇടുന്നതാണ് ഈ ബാത്റൂം. അത് ശരിയല്ലല്ലോ, നിങ്ങൾക്കറിയാവുന്നല്ലോ. നിങ്ങൾ ആ റിപ്പോർട്ടൊക്കെ പിടിച്ചില്ലയോ? അവിടെയുള്ള ആൾക്കാരുടെ, വാർഡിൽ കിടന്ന ആൾക്കാരുടെ റിപ്പോർട്ട് നിങ്ങൾ പിടിച്ചില്ലയോ? അത് ഉപയോഗിക്കുന്ന അവിടെ കിടന്ന ആൾക്കാരുണ്ട്. ആ ബെഡിൽ കിടന്ന ഏതാണ്ട് 10-15 ആൾക്കാർ, വയ്യാത്ത ആൾക്കാർ, ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഒക്കെയുണ്ട്. രാവിലെ എൻ്റെ മോളും രാവിലെ അവിടെ എൻ്റെ ഭാര്യ കൊണ്ട് കുളിപ്പിച്ചയാ. എൻ്റെ മോളെ അവിടെ തന്നെ ആ ബാത്റൂമിൽ തന്നെ എൻ്റെ ഭാര്യയെ കൊണ്ട് കുളിപ്പിച്ച് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പുറത്താണ് കിടക്കുന്നത്. എന്നെ വിളിക്കുകയായിരുന്നു. ഞാൻ ചെല്ലുമ്പം ഇവർ കുളിച്ചൊക്കെ റെഡിയാക്കി മോളെ കുളിപ്പിച്ചിട്ട് ഇവളും കുളിച്ചിരിക്കുക. അല്ല, എൻ്റെ ഭാര്യ അന്നൊന്നും മരിച്ചിട്ടില്ല. ഇത് 11-10 എനിക്കറിയത്തില്ല സമയം. ആ സമയത്ത് അങ്ങനെയല്ലേ ഇത് ഇടിയുന്നത്. അപ്പോൾ രാവിലെ ഇതെല്ലാം കുളിച്ച് നല്ല കൃത്യമായിട്ട് നിൽക്കുക. അത് ഉപയോഗിച്ചിട്ടില്ല, അത് ആ വാർഡ് നമ്മൾ എടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പം ആരെ പറ്റിക്കാനത്? എവിടെ? ബിന്ദു മാത്രമല്ല, ആ വാർഡിൽ കിടക്കുന്നതിന് മൊത്തം ആ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്. 10-15 പേര് കിടക്കുന്ന ബെഡുള്ളത് ഒരു വാർഡിൽ ഉപയോഗിക്കുന്ന ബാത്റൂം അവർക്കുള്ളതാണ്. ഒന്നും സംസാരിച്ചില്ല. ഞങ്ങളുടെ അടുത്ത് മന്ത്രി തലത്തിലോ അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലോ ഒന്നും ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്തൊന്നും ഇല്ലില്ല. അവിടെ MLA വന്ന്, അത് അവിടെയും വന്ന് ആശ വൈക്കം. പിന്നെ പോയിട്ട് ചാണ്ടിയമ്മന വന്നേ. ആദ്യം ചാണ്ടിയമ്മൻ വന്ന്, പിന്നെ വാസവ സാറൊക്കെ വന്ന്. ഞാനത് അന്നേരം എനിക്ക് ടെൻഷൻ, ഒറ്റയ്ക്ക് എനിക്ക് അതിനോട് പോകാൻ പറ്റത്തില്ല. പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടായ സാറുണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല. അങ്ങനെയുള്ളവർ നമുക്ക് അങ്ങനെ ഒരു ആശ്വാസ വാക്ക് ഇവരെ ഇന്ന് ഉണ്ടായിട്ട് തന്നിട്ടില്ല. ഒന്നും പറ്റത്തില്ല. ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. ഞാൻ അതിനെ ബലം പിടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടല്ലോ ഈ വീടിൻ്റെ പരിസരവും കാര്യങ്ങളും കണ്ടോ. പിള്ളേരുടെ കാര്യം, 2 പിള്ളേരുടെ കാര്യം അധോഗതിയായി. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് വല്ലപ്പോഴും ഒക്കെ ഉള്ള പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ഒരു ജീവിതത്തിൽ അവളാണ് ഈ തള്ളി നീക്കിയത്. ഞാൻ അതിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയാണ് ഇത് തള്ളി നീക്കി പിള്ളേരെ ഈ പരുവത്തിലാക്കി. നേഴ്സിംഗ് പഠിപ്പിക്കാൻ ഒറ്റ കാരണം എൻ്റെ ഭാര്യയാണ്, ബിന്ദുവാണ്. ഇല്ലാത്ത പൈസ മുടക്കി ഇതൊക്കെ ഒപ്പിച്ചതും എൻ്റെ ഭാര്യ തന്നെ. ഈ ലോണിനൊക്കെ പോയി കഷ്ടപ്പെടുകയും മഴയും പോയി ഒക്കെ ചെയ്യുന്നത് എൻ്റെ ഭാര്യ തന്നെ. എല്ലാം അവൾ തന്നെ. ഞാനൊരാൾ മാത്രമേ ഉള്ളൂ അവിടെ. അത് അവരിന്നലെ വന്നവർ പറഞ്ഞ് മകളുടെ ചികിത്സ നമ്മുടെ ഇഷ്ടപ്രകാരം മെഡിക്കൽ കോളേജുകാർ നടത്താമെന്നാണ് പറഞ്ഞത്, ഓപ്പറേഷൻ. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ കൂടി ആലോചിച്ച് ചെയ്യാമെന്നാണ് ഇവിടെ അവർ പാർട്ടി എന്ന് പറഞ്ഞത് വന്നായിരുന്നു അവർ. എന്തായാലും ചികിത്സാ കാര്യങ്ങൾ അവർ മെഡിക്കൽ കോളേജുമായിട്ട് എത്രയും പെട്ടെന്ന് നടത്താം. അത് എൻ്റെ സൗകര്യത്തിന്, നമ്മുടെ സൗകര്യത്തിന് നടത്താമെന്ന് അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും നടത്താം. കടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിലവിൽ 50 ഉണ്ട്. അത് പല വഴിക്ക് 50. അത് 50 എന്ന് പറയുന്ന കൊച്ചിനെയും ചെറുക്കനെയും പഠിപ്പിച്ചല്ലോ. ഇത് ബാങ്കിൽ വായ്പ 5 ലക്ഷമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എല്ലാ സ്വർണ്ണമൊക്കെ അതിന് എനിക്ക് കൃത്യമായിട്ട് രേഖ പറയാറില്ല. ഇതെല്ലാം പ്രമാണമൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് ഇത് നീക്കിക്കൊണ്ടിരുന്നത്. എല്ലാം നോക്കിയിരുന്ന അവൾ തന്നെ. എല്ലാം നോക്കിയത്, ഈ വീട് നോക്കിയത് അവൾ തന്നെ. അമ്മയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ പ്രായം അമ്മ ഇരിക്കുക. അതിനെല്ലാം ഞങ്ങൾ തരണം ചെയ്ത ബിന്ദു തന്നെ. ₹300 ഉള്ളൂ ദിവസം കിട്ടുന്നത്. അതിനകത്ത് 50 രൂപ പുള്ളിക്കാരത്തി കാല് വയ്യാത്തതുകൊണ്ട് രാവിലെ അങ്ങോട്ട് ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ പോയിട്ട് 250 രൂപയാണ് അതിന് വരുമാനം കിട്ടുന്നത്. ഈ 250 രൂപത്താണ് ഇതെല്ലാം ഒപ്പിക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് വാസവും വരും, എൻ്റെ അമ്മയ്ക്ക് വരും ഒക്കെ ഇതിനകത്ത്. നിങ്ങൾ കണ്ടില്ലേ ആ വീട് കണ്ടോ കിടക്കുന്നത്? പഞ്ചായത്തിൽ നീട്ടിയെന്നൊരു 2.5 സെൻറ്റ് വസ്തുവുള്ളത്. തീർച്ചയായും അവരുടെ അങ്ങനെയുള്ള ആൾക്കാരെ കയറ്റി കിടത്തരുതെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. നാളെ മറ്റുള്ള ആൾക്കാർക്ക് ഇത് ഉണ്ടാവരുത്. ഇപ്പോൾ ഞാൻ കരയുന്നതുകൊണ്ട് തന്നെ വേറൊരു അച്ഛൻ്റെ ഇരുന്ന് കരയത്തില്ലയോ, അല്ലെങ്കിൽ ഒരു അമ്മ ഇരുന്ന് കരയത്തില്ല അല്ലയോ? നമ്മളങ്ങനെ മനുഷ്യ സ്നേഹികളാണെങ്കിൽ അങ്ങനെ തന്നെയൊക്കെ ചിന്തിക്കത്തുള്ളൂ. നാളെ ആർക്കൊന്നും ഉണ്ടാവരുത്. ഞാൻ അവിടെ വെച്ച് മെഡിക്കൽ കോളേജ് വെച്ച് റിപ്പോർട്ട് ചാനലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് തന്നെ, നാളെ ഇങ്ങനെ ആർക്കും ഉണ്ടാവരുത്. ഞങ്ങളുടെ കാര്യം പോട്ട്, ഇത് പറ്റിപ്പോയി. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ഇനി വല്ലവരെയും നമ്മൾ കുറ്റം പറഞ്ഞ മന്ത്രിയോ അല്ലെങ്കിൽ ആശുപത്രിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനാസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ ഒരു വണ്ടി വരാനുള്ള സൗകര്യമില്ലായിരുന്നു. അത് ശരിയാണ്. അവിടെ വരുന്ന JCB വരണത് സ്ലാബ് മാറ്റണമെങ്കിൽ അവിടെ അങ്ങനെ റാമ്പിലിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ റാമ്പിലായിരിക്കുന്നത്. അപ്പോൾ അവിടെ കയറാൻ പാടാണ്. പിന്നെ ആരാണ്ട് പറഞ്ഞ അനുസരിച്ച് അതിൻ്റെ അടിക്ക് ആളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ JCB വന്ന ആളൊക്കെ വഞ്ഞൊന്ന് കുത്തി നോക്കിയിട്ട് അങ്ങനെ എടുത്തത്. എനിക്കറിയത്തില്ലായിരുന്നു അപ്പോഴും ഇതിൻ്റെ അടിയിൽ ആളുണ്ടെന്നുള്ള കാര്യം. ഞാൻ വിചാരിച്ച് ഇത് ഇറങ്ങി ഓടി, ഈ വാർഡിൽ കിടന്ന ആൾക്കാർ ഓടിയ കൂടത്ത് എൻ്റെ ഭാര്യ ഓടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. മിസ്സായെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പരക്കം വാങ്ങി കിടക്കി, എനിക്കറിയത്തില്ലായിരുന്നു.
ഇവിടെ ഈ സ്ലാബിൻ്റെ അടി വളരെ ജീവശവമായിട്ട് എന്ത് വേദന സഹിച്ചാണ് അവിടെ കിടക്കുന്നത്. നാളെ ഇങ്ങനെ ആർക്കും ഉണ്ടാവരുത്. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഇപ്പോൾ ചാനലുകാരെടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെല്ലാവരും കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അത് ഗവൺമെൻറ്റുമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഇതാ ആര്യ, ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനാണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകളിൽ വളരെ വ്യക്തമാണ് അവിടെ ഉണ്ടായിരുന്ന അനാസ്ഥ. അത് പൂർണ്ണമായും തന്നെ വ്യക്തമാണ്. രക്ഷാപ്രവർത്തനത്തിൽ വന്ന ഗുരുതരമായ പാളിച്ച അത്തരം അനാസ്ഥകൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഈ രീതിയിലേക്ക് തൻ്റെ ഭാര്യയുടെ ജീവനെടുക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോയത്. കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ അവിടെ ഉണ്ടായില്ല. തൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഒരു അത്താണിയായിരുന്നു തന്നെ നഷ്ടമാകുന്നത്. കാരണം അദ്ദേഹം പല അസുഖങ്ങളുമെല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ബിന്ദു തന്നെയായിരുന്നു ഈ കുടുംബത്തിലെ കാര്യങ്ങളുമെല്ലാം തന്നെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന. 2 മക്കളുടെ പഠനം നടത്തിയ വഴിയിൽ തന്നെ വലിയ രീതിയിലുള്ള ബാധ്യതകളുണ്ട്. നമുക്കറിയാം, ബിന്ദുവിൻ്റെ മകൾ നവമി അവർ നഴ്സിംഗ് പഠനം അത് പൂർത്തീകരിക്കുകയാണ്. അവരുടെ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് അവിടേക്ക് എത്തിയത്, ആശുപത്രിയിലേക്ക് എത്തിയത്. നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മകൻ്റെ പഠനവും പൂർത്തിയായി, എഞ്ചിനീയറിംഗ് പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഇവരെ 2 പേരെയും ഉന്നത വിദ്യാഭ്യാസം നൽകി തന്നെയാണ് ഇവർ വളർത്തിയത്. നമുക്ക് ഈ കുടുംബവും പശ്ചാത്തലവും തന്നെ കണ്ടാലറിയാം. ചെറിയ ഒരു സ്ഥലത്ത് ഈ തേക്കാത്ത ചുവരുകളുള്ള ഈ വീട് അവരുടെ തന്നെ ആ ജീവിതത്തിൻ്റെ തന്നെ നിരന്തരമായ ഒരു കഷ്ടപ്പാടിൻ്റെയും എല്ലാം തന്നെയും ഒരു പ്രതിഫലനം തന്നെയാണ്. അത്രമേൽ അവർ ജീവിതത്തോട് ബുദ്ധിമുട്ടി മുന്നേറുന്ന ഒരു കുടുംബം. പ്രത്യേകിച്ച് ബിന്ദു ഒരു ടെക്സ്റ്റൈൽസ് ജീവനക്കാരിയാണ്. അവിടെ നിന്നുള്ള തുച്ഛമായ വേതനം കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ ഈ കുടുംബത്തെ ഒന്നടങ്കം ചുമലിലേറ്റിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. മക്കളുടെ പഠനം, ഭർത്താവിൻ്റെ ചികിത്സ, ഒപ്പം തന്നെ അകത്ത് 75-കാരിയായ അമ്മയുണ്ട്. അമ്മയുടെ കരച്ചിൽ എപ്പോഴും പുറത്തേക്ക് കേൾക്കാം. മകളെ അന്വേഷിച്ചുകൊണ്ടുള്ള അവരുടെ ചികിത്സയും കാര്യങ്ങളും എല്ലാം തന്നെ കൊണ്ടുപോകുന്ന ഒരാളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. അവരെയാണ്, ആ കുടുംബത്തിൻ്റെ തന്നെ മുഴുവൻ ആശ്രയമായ ഒരാളായാണ് ഇങ്ങനെ ഒരു അനാസ്ഥ കൊണ്ട് തന്നെ ഇല്ലാതാകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. വീട്ടിന് അകത്തേക്ക് വരുമ്പോൾ അവർ കുടുംബാംഗങ്ങളെല്ലാം അകത്തുണ്ട്. മകളെ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ചികിത്സ പൂർത്തീകരിച്ചിട്ടില്ല. അടുത്ത ഒരു ബന്ധുവീട്ടിലാണ് മകൾ ഉള്ളത്. ഇപ്പോൾ ഇന്ന് ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് 11 മണിക്കാണ്. വീടിന് മുകളിൽ നമ്മൾ കാണുന്ന ആ ഷീറ്റിട്ട സ്ഥലത്ത് അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. വീട് വളപ്പിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് സംസ്കാരം നടക്കുകയും ചെയ്യും. ഇവിടെ മുട്ടച്ചിറയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഏതാണ്ട് ഇവിടേക്ക് എത്താനുള്ള ഒരു സമയത്തിലേക്കെല്ലാം തന്നെ ആകുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടേക്ക് നിരവധി ആളുകൾ ഇവിടേക്ക് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഇതാണ് ഈ ബിന്ദുവിൻ്റെ വീടിൻ്റെ ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം ഇതാണ്. കാരണം അവർ വളരെ കഷ്ടപ്പെട്ട, വളരെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ തങ്ങളുടെ മക്കളിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുഴുവൻ ശ്രമങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി കഠിന പ്രയത്നം അവർ നടത്തുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പിൽ അവർ ഒരു പകലന്തിയോളം അവർ അവിടെ പണി ചെയ്ത് തിരിച്ചെത്തുന്നു. തുച്ഛമായ വേതനം അവർ അതിൽ നിന്ന് ആ വേതനത്തിൽ നിന്ന് നീക്കിവെച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 മക്കളുടെ പഠനം, അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെയും അമ്മയുടെയും എല്ലാം തന്നെ ചികിത്സ, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന കഠിനാധ്വാനിയായ ഒരു കുടുംബനാഥ. അവരാണ് ഒരു നിമിഷ നേരം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നത്. അതും തികച്ചും അനാസ്ഥയുടെ, കെടുകാര്യസ്ഥതയുടെ എല്ലാം തന്നെ ഒരു പ്രതീകം എന്ന് തന്നെ നമ്മൾ ഈ മരണത്തെക്കുറിച്ച് പറയേണ്ടി വരും. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ് ഇല്ലാതായത്. എന്തൊക്കെ പകരം നൽകാമെന്ന് പറഞ്ഞാലും അവർക്ക് നഷ്ടമായ അവരുടെ മക്കൾക്ക് നഷ്ടമായ അവരുടെ അമ്മയെ തിരികെ ലഭിക്കുകയില്ലല്ലോ. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് ബിന്ദുവാണ്. ആ ബിന്ദു ഇല്ലാതാകുമ്പോൾ ഇനി എങ്ങനെ ആ കുടുംബം ഒരു നിമിഷം എങ്ങനെ മുന്നോട്ട് തള്ളി നീക്കും എന്നതാണ് വലിയ ആകുലത. എന്തായാലും ബിന്ദുവിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ
അവിടേക്ക് എത്തിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 11 മണിയോട് കൂടിയിട്ടാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്ക് ബിന്ദുവിൻ്റെ ഭർത്താവ് നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചത് പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും പറയുന്നത് തുടക്കത്തിൽ ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടുത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ ഡോക്ടർ തന്നെ ന്യൂസ് 18നോട് പ്രതികരിച്ചതും അവിടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡ് തന്നെയാണ് ആ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത്, ആ കെട്ടിടം തന്നെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. മന്ത്രിമാർ വന്നതിന് ശേഷം ഇത്തരത്തിൽ അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല, വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു എന്ന പ്രതികരണമൊക്കെ തീർത്തും വാസ്തവ വിരുദ്ധമായിരുന്നു എന്നത് നമ്മൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തെളിഞ്ഞ കാര്യമാണ്. അവിടെ എത്തിയ രോഗികൾക്ക് പലവിധ പ്രശ്നങ്ങൾ, പരാതികൾ അവിടെ നടക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ പറയാനുണ്ട്. ഈ വിഷയത്തിൽ ഊന്നി അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികളുടെ പ്രതികരണത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. സർജറി കഴിഞ്ഞ് ഇപ്പോൾ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറ്റി. ഇപ്പം ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട്, നല്ല കംഫർട്ടാണ്. കുഴപ്പമില്ല, നല്ല സൗകര്യം, എല്ലാം കൊണ്ട് സൗകര്യം. ഇത് അവിടെ നിന്ന് പോകുന്നത് തന്നെ ദൈവാനുഗ്രഹം. എനിക്ക് ഓടത്തുമില്ല നടക്കത്തും ഇല്ലാത്ത വരുമായിരുന്നു. എൻ്റെ കൊച്ചു കൂടെ നിന്ന് കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മ വല്യമ്മേനിക്ക് ഓടാൻ മെല്ലെ എടുത്തോണ്ട് പോയ വല്യമ്മ എന്നെ ചെയ്യുന്നോർത്ത് ഞങ്ങളെല്ലാം കൂട്ടക്കരച്ചിലായിരുന്നു അവിടെ കിടന്ന്. ഏതായാലും അരമണിക്കൂർ കൊണ്ട് മാറ്റി. ദേവസ്യ അതിരമ്പുഴ ഡാക്ടർ ഇവിടെ വന്ന ചെയ്ത് നല്ല രീതിയിലുണ്ട്. അവിടേക്കാളും നല്ല സുഖപരമായിട്ട് നല്ലൊരു ഇതാണ്. നല്ല വൃത്തിയുണ്ട്, നല്ല എല്ലാ കാര്യവും. ബെഡാണേലും നല്ല ബെഡ്, നല്ല രീതിയിൽ ഇവിടെ വരുന്ന പേഷ്യൻ്റ് നല്ലപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ എന്തൊരു പെട്ടെന്നാണെങ്കിലും ഡോക്ടർമാരാണേലും നേഴ്സുമാരാണെങ്കിലും ബാക്കിയുള്ള DYFIയുടെ പിള്ളേരാണേലും ഇവരെല്ലാം കൂടി ഞങ്ങളെ വണ്ടി അവിടുന്ന് വണ്ടി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നല്ല രീതിയിൽ ഞങ്ങൾ ബെഡിലെടുത്ത് കിടന്ന് നല്ല രീതിയിൽ ഞങ്ങൾ ശുശ്രൂഷയാണ് പോയത്. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് മേടി നടിക്കുന്ന സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ പാളിച്ചകൾ, വീഴ്ചകൾ എവിടെയൊക്കെ ഉണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണമായി മാറുകയായിരുന്നു ഇന്നലത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടമെന്ന് നമുക്കറിയാം. കൊട്ടിഘോഷിക്കുന്ന കേരള ആരോഗ്യ മാതൃകയെ ചോദ്യം ചെയ്യുന്ന തുടർ സംഭവങ്ങൾ സർക്കാരിന് നാണക്കേടായി മാറുകയാണ്. ആരോഗ്യവകുപ്പും മന്ത്രി വീണ ജോർജും നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതിൽ CPMലും അമർഷമുണ്ട്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭത്തിന് ഇറങ്ങിയതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ചയിൽ ആരോഗ്യവകുപ്പിന്റെയും മന്ത്രിയായിരുന്ന KK ശൈലജയുടെയും സൽപ്പേര് പ്രധാന പങ്ക് വഹിച്ചിരുന്നു. കോവിഡും നിപയും കൈകാര്യം ചെയ്തതിലെ മികവ്, രാജ്യത്തെ ഏറ്റവും മികച്ച പൊതു ആരോഗ്യ സംവിധാനങ്ങളുള്ള സംസ്ഥാനമെന്ന പെരുമ, അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീപിടുത്തം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരവസ്ഥയെക്കുറിച്ച് യൂറോളജി വിഭാഗം മേധാവിയുടെ തുറന്ന പറച്ചിൽ, തുടർച്ചയായ പേവിഷബാധ മരണങ്ങൾ, ഇപ്പോൾ കോട്ടയത്ത് ആശുപത്രി കെട്ടിടം തകർന്നു വീണുള്ള മരണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള അപകട കഥകൾ, അവ കേരളത്തിലും പതിവാവുകയാണ്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ തുടർച്ചയായി ഉണ്ടായ തീപിടുത്തവും ആരോഗ്യവകുപ്പിന് നാണക്കേടായിരുന്നു. വകുപ്പ് മാത്രമല്ല, ആരോഗ്യമന്ത്രിയും തുടർച്ചയായി വിവാദപ്പിടിയിലാണ്. MLAമാർ വിളിച്ചാൽ പോലും ഫോണെടുക്കാത്ത മന്ത്രി എന്ന ദുഷ്പേരായിരുന്നു വീണ ജോർജിന് ആദ്യം. CPM MLAയും ഡെപ്യൂട്ടി സ്പീക്കറും പരസ്യ വിമർശനം ഉന്നയിച്ചു. പേഴ്സണൽ സ്റ്റാഫിനെതിരെ ഉയർന്ന കൈക്കൂലി ആരോപണവും കളങ്കമായി. ആശാസമരം കൈകാര്യം ചെയ്ത രീതിയും ചോദ്യം ചെയ്യപ്പെട്ടു. പത്തനംതിട്ടയിലെ CPM നേതൃത്വവുമായുള്ള ഉരസലുകൾ വേറെ. ഭരണത്തിന്റെ അവസാന മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം തിരിച്ചുപിടിക്കുക എന്നത് സർക്കാരിനും CPMനും വലിയ വെല്ലുവിളിയാണ്. കടുത്ത നടപടികളിലേക്ക് CPM കടക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. രാജി ആവശ്യത്തിൽ CPMന്റെ നിലപാട് നേതൃത്വം പ്രഖ്യാപിക്കും. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, സർക്കാരിന്റെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി എല്ലാ ഘട്ടങ്ങളിലും ഉയർത്തിക്കാട്ടിയിരുന്ന ഒന്നാണ് ആരോഗ്യ മേഖലയുടെ മെച്ചം, നേട്ടം എന്നുള്ളത്. അതിന് വലിയ രീതിയിലുള്ള കളങ്കമാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഡോക്ടർ ഹാരിസ് ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം കൂടി സംഭവിച്ചിട്ടുള്ളത്. അത് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രസ്താവന ഒരു ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നത് സർക്കാരിനെയും പാർട്ടിയെയും വല്ലാതെ ക്ഷീണത്തിലാക്കും എന്നതിൽ ഒരു സംശയവുമില്ല. എങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാനാണ് CPM ആലോചിക്കുന്നത്? ആര്യ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അത് PK ശ്രീമതിയുടെ കാലത്തായാലും പിന്നീട് KK ശൈലജ ആരോഗ്യം 2004, PK ശ്രീമതി
2016 കെ ശൈലജ ആരോഗ്യമന്ത്രി ആയപ്പോഴുമൊക്കെ ആരോഗ്യരംഗത്ത് വല്ലാത്ത ഉണർവുണ്ട്. അത് വലിയൊരു മേനിയായും മേനിനടിക്കലായും അതുപോലെ അവകാശവാദമായും ഇടത് കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടാറുമുണ്ട്. പക്ഷേ ആ ഒരു അവകാശവാദത്തിലാണ് ഇപ്പോൾ വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞ കുറേ നാളുകളായി കിട്ടിയിരുന്ന സത്പേരിന് കളങ്കമുണ്ടാകുന്നു. അത് തുടർച്ചയായ സംഭവങ്ങൾ. ആരോഗ്യമന്ത്രിയായി വീണ ജോർജ് വരുമ്പോൾ അവർ സ്വാഭാവികമായും താരതമ്യം ചെയ്യപ്പെട്ടത് കഴിഞ്ഞ സർക്കാരിലെ ആദ്യ പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജയുമായി ആയിരുന്നു. അവർ ടീച്ചറമ്മ എന്ന ഒക്കെ ഒരുപക്ഷെ അതൊരു PR എക്സസിന്റെ ഭാഗമെന്ന് വിമർശനം ഉന്നയിക്കാൻ എങ്കിൽ പോലും കെ ശൈലജയുമായി വീണ ജോർജ് താരതമ്യം ചെയ്യപ്പെട്ടു. ആദ്യഘട്ടം മുതൽ അവർക്ക് ആ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്ന വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലുമൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ തുടർച്ചയായി സംസ്ഥാനത്തിൻ്റെ ഈ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾക്ക് ആ പെരുമയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും UP-യിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ നിരന്തരം ഉണ്ടാകുന്ന സംഭവങ്ങളെന്ന് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ അപഹസിച്ചിരുന്ന അത്തരം കാര്യങ്ങൾ തുടർച്ചയായി കേരളത്തിലും ഉണ്ടാകുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സർക്കാരിനും CPM-നും നാണക്കേടും തലവേദനയുമായി മാറുന്നത്. വീണ ജോർജിന് രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ വ്യതിരകം പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ആരോഗ്യവകുപ്പ് പൊതുജനങ്ങളും ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു വകുപ്പാണ്. അതിലുണ്ടാകുന്ന ഓരോ ചെറിയ സംഭവവും വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കും. ജനങ്ങളത് തിരിച്ചറിയും, അത് പ്രതികരിക്കുകയും ചെയ്യും. അതാണിപ്പോൾ CPM-നെ കുഴയ്ക്കുന്നത്. വീണ ജോർജിനെതിരെയുള്ള ഈ ആരോപണം, രാജി ആവശ്യം എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. വീണ ജോർജിന് CPM-ന്റെ ഉന്നത നേതൃത്വമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന നേതൃത്വവുമായി ഒക്കെ നല്ല ബന്ധമാണെങ്കിൽ പോലും അവരുടെ ജില്ലയിൽ പത്തനംതിട്ടയിൽ അത്ര നല്ല ബന്ധമല്ല വീണ ജോർജിന് ഉള്ളത്. അവർക്കെതിരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നേരത്തെ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ MLA-മാർ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത മന്ത്രി എന്ന പേരായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നീട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാദേശിക നേതൃത്വമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ CPM-ന്റെ ഉന്നത നേതൃത്വം ഇടപെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്നലെയും CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ വീണ ജോർജിനെതിരെ അപഹസിച്ച് പരിഹസിച്ചൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രശ്നം പത്തനംതിട്ടയിലെ പാർട്ടിയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. മന്ത്രിയുടെ രാജി എന്ന ആവശ്യം ശക്തമായ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഇന്നലെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാകും CPM സംസ്ഥാന നേതൃത്വം വീണ ജോർജിന്റെ രാജി എന്ന ആവശ്യത്തോട് പ്രതികരിക്കുക എന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായി രാജി ആവശ്യം തള്ളിക്കളയാൻ തന്നെയാകും സാധ്യത. എങ്കിലും തുടർച്ചയായി ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ, ആശാസമരം തുടങ്ങി പല വിഷയങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇന്ന് നിർണായകമാണ്. എങ്ങനെയാകും ഈ വിവാദങ്ങളെ, ഇപ്പോഴത്തെ വിഷയങ്ങൾ, ഇന്നത്തെ കാര്യത്തിൽ മന്ത്രിക്ക് ഒരു വീഴ്ച ഉണ്ടായിരുന്നത് വസ്തുതയാണത്. സ്വാഭാവികമായും ഇത്തരമൊരു പരിശോധന നടക്കുമ്പോൾ അവിടെ അതിനു മുമ്പ് തന്നെ ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് മന്ത്രിയുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ വീഴ്ചയായി. ആ കെട്ടിടം എന്തുകൊണ്ട് പുതിയ കെട്ടിടം വന്ന ശേഷവും പൊളിച്ചു മാറ്റിയില്ല എന്ന ചോദ്യമൊക്കെ മറുവശം നിൽക്കുമ്പോൾ പോലും ഒരു വീഴ്ച ഉണ്ടായെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ സമ്മതിക്കേണ്ടി വരും സർക്കാരിന്. അതിനെ എങ്ങനെ ഈ ഒരു വല്ലാത്തൊരു അവസ്ഥ CPM തരണം ചെയ്യും, സർക്കാർ തരണം ചെയ്യുമെന്നാണ് അറിയേണ്ടത്. സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരും. രാജി ആവശ്യമെന്ന പ്രതിപക്ഷ നിലപാടിൽ CPM-ന്റെ അഭിപ്രായവും നിലപാടും ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കാനും സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും VV അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ഈ പ്രതിസന്ധി ഘട്ടത്തിനിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നത്. നിർണായകമായ യോഗമാകും എന്നതിൽ ഒരു തർക്കവുമില്ല. ഈ വിഷയത്തെയും ആരോഗ്യമന്ത്രിയുടെ രാജി എന്നുള്ള പ്രതിപക്ഷത്തിന്റെ മുറവിളിയെയൊക്കെ എങ്ങനെ നേരിടാനാണ് പാർട്ടിയും സർക്കാരും ആലോചിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മടങ്ങിയെത്താം മറ്റു വാർത്തകളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടന്നാൽ, സസ്പെൻഷൻ ഉത്തരവിനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാർ ഇന്ന് കോടതിയെ സമീപിക്കും. തന്നെ സസ്പെൻഡ് ചെയ്യാൻ VC-ക്ക് അധികാരമില്ലെന്നാകും രജിസ്ട്രാറുടെ വാദം. സസ്പെൻഷൻ തീരുമാനം ചർച്ച ചെയ്യാൻ ഉടൻ സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് ഇടത് അംഗങ്ങൾ VC-യുടെ ചുമതല വഹിക്കുന്ന സിസ തോമസിനെ നേരിൽ കണ്ട് ആവശ്യപ്പെടും. സിൻഡിക്കേറ്റ് യോഗം വൈകിച്ചാൽ അക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. അതേസമയം കേരള സർവകലാശാല VC-ക്കെതിരെ ദേശാഭിമാനി എഡിറ്റോറിയൽ
ലേഖനം വന്നിരിക്കുകയാണ്. മോഹൻ കുന്നുമ്മൽ RSSന്റെ ദാസ്യപ്പണി എടുക്കുന്നുവെന്നും VC ആകാനുള്ള അടിസ്ഥാന യോഗ്യത പോലും കുന്നുമ്മലിനില്ലെന്നുമാണ് വിമർശനം. സർവകലാശാലകളെ സംഘപരിവാറിന്റെ ആലയിൽ കെട്ടാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നും വിമർശനമുണ്ട്. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുള്ള നടപടി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇതേ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നതാണ്. RSSന്റെ വിടുവേല ചെയ്യുന്ന ആളായി VC മാറുകയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ വന്നു. ആ നയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, അത് കൂടുതൽ ശക്തമാകുന്നു. ഈ ദേശാഭിമാനി എഡിറ്റോറിയൽ ആ നയം കൂടുതൽ വ്യക്തമാക്കുന്നു എന്നതാണ് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സസ്പെൻഷൻ നടപടിക്കെതിരെ കേരള സർവകലാശാല വൈസ് ചാൻസലർ അനിൽകുമാർ ഇന്ന് കോടതിയെ സമീപിക്കും. തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സർവകലാശാല നിയമവും ചട്ടവും അനുസരിച്ച് ഇല്ല. അത് ചട്ടവും അനുസരിച്ച് VCക്ക് ഇല്ല എന്ന നിലപാട് തന്നെയാണ് രജിസ്ട്രാർക്കുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും അത്തരത്തിലൊരു അനുകൂല കോടതി വിധി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടല്ല നമുക്ക് ഈ ആരോഗ്യ മേഖലയിൽ ആദ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയത് ഡോക്ടർ ഹാരിസ് ആണ്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി. ഇന്നലത്തെ സംഭവങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിർണായകമാണ്. ആ പ്രതികരണം ഇപ്പോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹമാണ് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാട്ടിയ ഒരു ആരോഗ്യരംഗത്തെ തന്നെ ഒരു വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്കാണ് അദ്ദേഹം ഇവിടെ പ്രതികരിക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കാനില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വന്നാൽ, സർവകലാശാല വിഷയത്തിൽ ഗവർണർക്കെതിരെയുള്ള സർക്കാരിൻ്റെ പോരിൻ്റെ ഭാഗമായി തന്നെ അത് മാറുകയാണ്. VC അതിലൊരു ഇപ്പോഴത്തെ കോടതിയിൽ പോകുന്നത് വഴി VC പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായും ഒരു അനുകൂല ഉത്തരവുണ്ടാകും. കാരണം സർവകലാശാലയുടെ നിയമപ്രകാരവും ചട്ടപ്രകാരവും VCയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം VCക്കില്ല. അത് ചോദ്യം ചെയ്ത് കോടതിയിൽ പോയാൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരാകട്ടെ CPM ആകട്ടെ ഈ വിഷയം ഗവർണർ സർക്കാർ പോരിൻ്റെ തുടർച്ചയായി തന്നെയാണ് കാണുന്നത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് കേരള സർവകലാശാല VC പ്രവർത്തിക്കുന്നത്. ദാസ്യപ്പണി ചെയ്യുന്നു അദ്ദേഹം എന്ന വിമർശനവുമായാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ഇന്ന് വന്നിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി ഒരുപക്ഷെ വിഷയം ചർച്ചയ്ക്ക് വരും. ഏതായാലും സർവകലാശാലയിലെ തർക്കങ്ങൾ സർക്കാർ ഗവർണർ പോരിൻ്റെ പുതിയ തലമായി മാറുകയാണ്. ഗവർണറുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വൈകാതെ ഉണ്ടായേക്കും. ഏതായാലും ഈ സസ്പെൻഷൻ അംഗീകരിക്കില്ല എന്ന നിലപാട് വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തിയത്. പക്ഷേ അദ്ദേഹം ഓഫീസിലേക്ക് നേരിട്ട് കടക്കാൻ തയ്യാറായിരുന്നില്ല. കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് വിധി തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഈ സെനറ്റ് യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നത്, നേരത്തെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്ക് കത്ത് നൽകിയത്. ഇപ്പോൾ ഇന്ന് വീണ്ടും സിസ തോമസ് നേരിട്ട് കണ്ട് സിൻഡിക്കേറ്റ് യോഗവും സെനറ്റ് യോഗവും ചേരണമെന്ന് ആവശ്യപ്പെടാനും കേരള സർവകലാശാലയിലെ ഇടതംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും VV അരുണാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും രജിസ്ട്രാർക്ക് പിന്നിൽ ശക്തമായി നിലകൊള്ളുകയാണ് സർക്കാർ. VCയെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കാനുള്ള അധികാരം VCക്കില്ല എന്നത് ആവർത്തിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതും മന്ത്രി ചെയ്യുന്നതും എന്നതാണ്. എന്തായാലും ഇപ്പോൾ ദേശാഭിമാനിയിലടക്കം വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് എന്നതാണ് VV അരുൺ റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ വീണ്ടും തലയോലപ്പറമ്പിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അവിടെ ബിന്ദുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡാനി പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ബിന്ദുവിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം അവിടേക്ക് എത്തിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. വൈകാതെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ഇപ്പോൾ മുട്ടച്ചിറയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. അവിടെ നിന്ന് അല്പസമയത്തിനകം ഇവിടെ എത്തിയത്. ഇപ്പോൾ ബിന്ദുവിൻ്റെ വസതി അതിന് മുകളിലായി ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഇവിടെ പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങളടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ താഴെ കാണുന്ന സ്ഥലത്താണ് ഇവിടെ സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്ര കണ്ട ഒരു പരിമിതമായ സാഹചര്യങ്ങളിലായിരുന്നു അവർ ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത് എന്നതാണ്. ബിന്ദുവിൻ്റെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. ഭർത്താവ് വിശ്രുതൻ, അദ്ദേഹം ഒരു രോഗിയാണ്.
നേരത്തെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോഴെല്ലാം പറയുകയായിരുന്നു ബിന്ദുവിൻ്റെ ആ ഒരു ഏക വരുമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് തങ്ങൾ പോവുകയായിരുന്നു. അവർ മാത്രമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആശ്രയം. 2 മക്കളെ അവർ പഠിപ്പിച്ചു. ഒരാൾ മകൻ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോയത്. അവിടെ ചികിത്സ തുടരുകയായിരുന്നു. മകൾ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കുന്നു. അങ്ങനെ ഈ 2 പേരെയും അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. അവരിലൂടെയാണ് പുറത്തേക്ക്, അതായത് ഒരു നല്ല ജീവിതം എന്ന രീതിയിലേക്കെല്ലാം തന്നെ അവർ സ്വപ്നം കണ്ടിരുന്നത്. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ് അവർ അവിടേക്ക് എത്തുകയും ചെയ്ത് ചികിത്സ പൂർത്തിയാക്കിയിട്ടുമില്ല. ഇതിനിടയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ ബിന്ദുവിൻ്റെ അമ്മയുണ്ട്. അമ്മ 75 വയസ്സ് പിന്നിട്ട അമ്മയുടെ കരച്ചിൽ നമുക്ക് ഇപ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോഴെല്ലാം തന്നെ കേൾക്കാം. കാരണം അത്ര കണ്ട് ഇവർ നിരാലംബമാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ വീടിൻ്റെ ഒരു അവസ്ഥയും സാഹചര്യങ്ങളും എല്ലാം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും എത്ര ദുരിതപൂർണമായ ഒരു സാഹചര്യത്തോട് പൊരുതിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. മകളെ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ്, അതായത് ചികിത്സ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ കൂടിയും അവർ ഈ ഒരു സാഹചര്യത്തിൽ അവരെ പുറത്തേക്ക് അമ്മയുടെ ഈ കർമ്മങ്ങൾ നടക്കുന്നിടത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങോട്ട് പോകുന്നു. അടുത്ത ഒരു ബന്ധു വീട്ടിലാണ് അവരുള്ളത്. മകൻ എവിടെയുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച ഭർത്താവ് വിശ്രുതൻ നമ്മളോട് സംസാരിക്കും. ഈ കുടുംബ സാഹചര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം വിശദമായിട്ട് പറയുകയായിരുന്നു. എത്ര കണ്ട് ഒരു ബിന്ദു ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിരുന്നത് എന്നതെല്ലാമാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നിലുള്ളത് ഒരു ശൂന്യത തന്നെയാണ്. കാരണം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തതയുമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങളുള്ളത്. കാരണം അവരെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു കുടുംബമായിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് പൂർണ്ണമായും എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും തങ്ങൾക്ക് അറിയില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു നഷ്ടപരിഹാരമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാർ ചെയ്യട്ടെ, താൻ അതിന് ആവശ്യപ്പെട്ടുകൊണ്ട് പിറകെ പോകുന്നില്ല. വലിയ ബാധ്യതകളും കാര്യങ്ങളും എല്ലാം തന്നെ തനിക്കുണ്ട്. വലിയ ബാധ്യതകൾ മക്കളുടെ പഠനത്തിനും കാര്യങ്ങൾക്കും എല്ലാമായിട്ട് അത്തരം കാര്യങ്ങളിലേക്കെല്ലാം വലിയ തുക എല്ലാം ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് ഇനി കടം വീട്ടുക, അത്തരം കാര്യങ്ങളിലേക്ക് തൻ്റെ ശാരീരിക അസ്വസ്ഥതകളും കാര്യങ്ങളും എല്ലാം തന്നെയുള്ളത്. എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എങ്കിൽ കൂടിയും സർക്കാരിന് പുറകെ അത്തരമൊരു നഷ്ടപരിഹാരം തേടുത്താൻ പോകുന്നില്ല. കാരണം അവർ ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് മാത്രമാണ്. അത്ര കണ്ട അവർ അത് മുറിവേറ്റിരിക്കുന്നു, അത്ര കണ്ട സങ്കടപ്പെട്ടിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ അതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ കുറേ കൂടി ഒരു ആശ്വാസമാകുമായിരുന്നു എന്നതാണ് പറയുന്നത്. കാരണം കൃത്യമായ രീതിയിൽ തന്നെ ആ ഘട്ടത്തിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇതിൽ ഒരു വലിയ ഒരു അളവ് രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിന് പകരം അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു കെട്ടിടമായിരുന്നു എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവർ നിലകൊള്ളുകയായിരുന്നു. പക്ഷേ ആ കെട്ടിടം പോലും അന്ന് രാവിലെ വരെ അവിടുത്തെ ശുചിമുറിയും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ എല്ലാവരും തന്നെ ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഇവർ എന്തടിസ്ഥാനത്തിലാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയതെന്ന് പോലും ഇവർക്ക് അറിയില്ല. എല്ലാവരും തന്നെ രോഗികൾ ഉൾപ്പെടെയുള്ളവർ അത്തരം അധികാരികളുടെ അത്തരം ഒരു വെളിപ്പെടുത്തൽ നിഷേധിച്ചിട്ടുണ്ട്. കാരണം അത് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടം ആരും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിയത്. പക്ഷേ അതിൻ്റെ ഒരു ഇര ബിന്ദുവായി മാറുകയായിരുന്നു എന്നതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം ഇവിടേക്ക് ബിന്ദുവിൻ്റെ മൃതദേഹവുമായിട്ട് ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ, സംസ്കാരത്തിനുള്ള അത്തരം ക്രമീകരണങ്ങളടക്കം ഇവിടെ പൂർത്തിയാക്കി വരികയാണ്. ആര്യ. തീർച്ചയായും ഡാനി പോളാണ് തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡാനി, എന്തായാലും ഒരുപാട് ആളുകളെ നമ്മൾ അവിടേക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹിക്കുന്നവരും പരിചയക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ബിന്ദു. അതിനപ്പുറം ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മകളുടെ വീഴ്ചയുടെ ഒരു ഇരയായി മാറി എന്നതുകൂടിയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ അവസാനമായി ബിന്ദുവിനെ കാണുവാൻ വേണ്ടി അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ
ഇത്തരത്തിൽ ജനപ്രതിനിധികളും ഒക്കെ അവിടേക്ക് എത്തും ഇന്ന് എന്നതല്ലേ പ്രതീക്ഷിക്കുന്നത്? ഡാനി, പോളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അല്പസമയം മുമ്പ് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ നമ്മളോട് സംസാരിച്ചിരുന്നു. അമ്മയില്ലാത്ത വീട്, അതിൻ്റെ ശൂന്യത എത്രത്തോളമാണ് എന്നുള്ളത് ആർക്കും പറഞ്ഞു നൽകേണ്ട ആവശ്യമില്ല. ബിന്ദുവിനെ സംബന്ധിച്ച്, ബിന്ദുവിൻ്റെ വീടിനെ സംബന്ധിച്ച് ആ വീടിൻ്റെ നട്ടെല്ലായിരുന്നു ബിന്ദു. അതാണ് ഇല്ലാതായിരിക്കുന്നത്. ഈ ഘട്ടത്തെ അവരിനി എങ്ങനെ മറികടക്കും എന്നതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുമില്ല. എന്ത് പകരം നൽകാം എന്ന് പറഞ്ഞാലും അത് ബിന്ദുവിന് പകരമാകില്ലല്ലോ. വളരെ വേദനയോടുകൂടി പല കാര്യങ്ങളും, അനാസ്ഥയെക്കുറിച്ചടക്കം പല വിഷയങ്ങളും ബിന്ദുവിൻ്റെ ഭർത്താവ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്കാണ് ഒരിക്കൽ കൂടി. കാണാനില്ലാത്തപ്പോൾ അവിടെ ബഹളമായല്ലോ. അവിടെ ബഹളമായപ്പോൾ വാർഡിൽ കിടന്ന നമ്മുടെ ഇപ്പോൾ ഈ ബിന്ദു ഇരുന്ന വാർഡിൽ, എൻ്റെ കൊച്ചിരുന്ന വാർഡിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയല്ലോ. അവിടെ ഓപ്പറേഷൻ ചെയ്തവർ കിടക്കുന്നവരുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ കിടക്കുന്നവർ എല്ലാവരെയും അവർ മാറ്റി. കെട്ടിടം ഒഴിഞ്ഞ് വരിക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഉള്ള എല്ലാം ഷിഫ്റ്റ് ചെയ്ത് അവിടുന്ന്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഭാര്യയെ കാണാനില്ല. ഞാൻ തിരക്കി പിടിച്ച് തന്നപ്പം ഈ കുഞ്ഞ് പറയുന്നത് അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. ഏതാ കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് എനിക്കറിയാം. ഞാൻ ആരുടെ പറഞ്ഞത് എനിക്കറിയത്തില്ലല്ലോ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഇവള് മിസ്സായെന്നാണ് ഞാൻ അപ്പോഴും അറിയുന്നത്. ഈ ബഹളം കേട്ടപ്പോൾ ഇറങ്ങി ഓടി മറ്റുള്ള ആൾക്കാരോട് പുറത്തു പോയെന്നാണ് എനിക്ക് എന്നെ തോന്നിയത്. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ അടിക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കാഷ്വാലിറ്റി പോയി നോക്ക്, അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇവിടുന്ന് പോയ കുറേ ആൾക്കാരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഓടി നോക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ചെന്നിട്ടില്ല. പിന്നെ പോലീസുകാരെല്ലാം പിടിച്ചിട്ട് എന്നെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് പിന്നെ കാര്യങ്ങൾ പിന്നുള്ള കാര്യങ്ങൾ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ എന്നെ മറച്ചു വയ്ക്കുകയായിരുന്നു. അതാ ബോഡി കിട്ടി, JCB വന്ന് കുത്തി എടുക്കുമായിരുന്നു. JCB റാമ്പിൽ കൂടെ വരാനൊക്കെ പാടാത്. മെഡിക്കൽ കോളേജിൻ്റെ റാമ്പിൽ കൂടെ വരണ്ടായത്. വന്നിട്ട് ഒരു സൈഡിലാണ് ഈ ബാത്റൂം ഇരിക്കുന്നത്. അവിടെ നിന്നെല്ലാം പിന്നെ JCBയുടെ കൈ വെച്ച് കുത്തി ഇളക്കി സ്ലാബിൽ നിന്ന് അടിയിൽ നിന്ന് എടുക്കുമായിരുന്നു. ഞാൻ കണ്ടില്ല. അല്പസമയത്തിനകം ബിന്ദുവിൻ്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിക്കും. 11 മണിയോടുകൂടിയാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ജനപ്രതിനിധികളെയും വലിയൊരു ജനങ്ങളുടെ നിരയും ഒക്കെ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിന്ദുവിൻ്റെ മൃതദേഹം വരുന്ന സമയത്ത് നമുക്ക് വീട്ടിലേക്കും അവിടുത്തെ കാഴ്ചകളിലേക്കുമൊക്കെ വീണ്ടും മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷമാക്കാൻ ആരൊക്കെയാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. പുല്ലുകാട് സ്വദേശി ദീക്ഷ എസ് ജിജിയുടെ ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ ജിജി കൃഷ്ണയും അമ്മ സൗമ്യ രാജുമാണ്. അപ്പോൾ ദീക്ഷ മോക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. ഗാന്ധിപുരം സ്വദേശി അനു ജേക്കബിന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. ജന്മദിനാശംസകൾ അറിയിക്കുന്നത് ഭർത്താവ് നിധുൻ ലാലാണ്. അപ്പോൾ അനുവിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ജന്മദിനത്തിന് ഒരു ബിലേറ്റഡ് വിഷസ് കൂടി അറിയിക്കുന്നു. വെരി ഹാപ്പി ബർത്ത്ഡേ അനു. ഓമല്ലൂരിലെ അശ്വതിയുടെ ജന്മദിനമാണിന്ന്. ആശംസകളുമായി ചേരുന്നത് രശ്മിയും ഷഫീഖുമാണ്. അപ്പോൾ രശ്മിയുടെയും ഷഫീഖിന്റെയും ആശംസകൾ അറിയിക്കുന്നതിനൊപ്പം തന്നെ ന്യൂസ് 18ന്റെ ആശംസകൾ കൂടി അശ്വതിയെ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ അശ്വതി. തലവടി സ്വദേശി വിജയകുമാറിന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. ആശംസകൾ അറിയിച്ചത് നമ്മളെ മകൾ രേഷ്മ വിജയനാണ്. അപ്പോൾ രേഷ്മയുടെ ആശംസകൾ ഇന്ന് നമ്മൾ അറിയിക്കുകയാണ്. രേഷ്മയുടെ ആശംസകൾ അറിയിക്കുന്നതിനൊപ്പം വിജയകുമാറിന് ന്യൂസ് 18ന്റെ ആശംസകൾ കൂടി അറിയിക്കുകയാണ്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകൾ കാണാം. പോലീസ് പെട്രോൾ. നമസ്കാരം.